മനു, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തനിക്കുണ്ടെന്നും താൻ എല്ലാ പോരാട്ടങ്ങളെയും അതിജീവിച്ച ആളാണെന്നുമാണ് അതിനുശേഷം മാധ്യമങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. കാരണം ഈ BJPയുടെയൊക്കെ മൃദു ഹിന്ദുത്വ സമീപനത്തോട് അതേപോലെ തന്നെ പകരം വെക്കാവുന്ന ഒരു നേതാവ് എന്ന വിശേഷണം കൂടിയുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ, അല്ലേ? അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് ഡൽഹിയിലൊന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാറില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലും തങ്ങൾക്ക് ഒരു മേൽക്കൈ നേടാൻ കഴിയും എന്നൊക്കെയുള്ളൊരു പ്രചരണവുമൊക്കെയായാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും അതുപോലെ ദീപാങ്കർ ദത്തയും ഈ കേസ് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഈ അറസ്റ്റ് നിയമപരമായിട്ടല്ല എന്ന വാദം ഉന്നയിക്കുന്നു. പക്ഷേ സ്വാഭാവികമായി അപ്പോൾ കോടതി ചോദിക്കുന്നു, ഈ സമൻസ് തുടരെ ലഭിച്ചിട്ടും പോകാതിരുന്നാൽ പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് എന്ത് മാർഗം എന്നൊക്കെ ചോദിക്കുന്നു. ഏതായാലും ഈ പ്രചരണത്തിന് പോകണം എന്നൊരു ആവശ്യം വലിയ തോതിൽ ED എതിർത്തു. കാരണം പ്രചരണത്തിന് പോവുക എന്നത് ഒരു ഭരണഘടനാപരമായ ഒരു അവകാശമല്ല, മനുഷ്യൻ്റെ ഒരു മൗലികപരമായ ഒരു അവകാശമല്ല, അത് ഒരു ഫണ്ടമെൻ്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗൽ റൈറ്റ് അല്ല എന്നാണ് ED കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ നിയമപരമായി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിയില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായി ഉന്നയിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന നിലയിൽ ഉള്ള മൗലിക അവകാശം എന്ന നിലയിലും അങ്ങനെ ആവശ്യപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ED വാദിച്ചെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി ED ചൂണ്ടിക്കാണിച്ചു. ഒരു 5 വർഷത്തിൽ 123 തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. അപ്പം ഈ 123 തെരഞ്ഞെടുപ്പുള്ള കാലത്തും നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം അത് വലിയ വിരോധാഭാസമായിരിക്കും. മാത്രമല്ല ഇത് മറ്റ് അഴിമതിക്കാരായ ആളുകൾ ഇത് ഒരു കീഴ്വഴക്കമായി ഉപയോഗിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർ കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് അതൊക്കെ മറികടന്നുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ഇതിന്റെ ഇടയിലൂടെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ അനുവദിക്കണം, അതുപോലെ ഇദ്ദേഹത്തിന് പിന്നെ BJP അധ്യക്ഷൻ സമ്മർദ്ദത്തിലാക്കരുത് എന്നൊക്കെ ആവശ്യവുമായി കോടതിയെ സമീപിച്ച ഒരു ഹർജിക്കാരനെ കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചു. നമുക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല, ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തനിക്കുണ്ട് എന്നും താൻ എല്ലാ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരും എന്നുമാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചുകൊണ്ട് കെജ്രിവാൾ പറഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് അദ്ദേഹം ഉള്ളത്. മാതാപിതാക്കളെ കൂടി ഇന്ന് തന്നെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഒന്ന് നമുക്ക് കേട്ട് തിരിച്ചു വരാം. मैंने कहा था ना मैं जल्दी आऊंगा, मैंने कहा था ना जल्दी आऊंगा, आ गया। सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूँ। हनुमान जी के आशीर्वाद से, हनुमान जी के आशीर्वाद से आज मैं आप लोगों के बीच में हूँ। मैं सब लोगों का शुक्रिया अदा करना चाहता हूँ। सबको मिलके देश को तानाशाही से बचाना है।
അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം തന്റെ വാഹനത്തിൽ നിന്ന് തടിച്ചുകൂടിയ പ്രവർത്തകരോട് സംസാരിച്ചതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ആവേശത്തിനൊട്ടും കുറവില്ലല്ലേ? ഏതാണ്ട് 20 ദിവസത്തോളം ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങുന്ന കെജ്രിവാൾ. അതെ, അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഇപ്പൊ BJP വക്താവ് ഷാസിയ ഇൽമി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു വിക്ടിം കാർഡ്, ഒരു ഇരവാദം ഇവിടെ കാണിക്കും എന്നവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ആ ഇരവാദത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ആ ഒരു ജയിൽ മോചിതനാകുന്നു എന്ന ഒരു സാഹചര്യത്തെ വലിയ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അദ്ദേഹം ഉപയോഗിക്കുന്നു. അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിഹാർ ജയിലിൽ കാണാനെത്തുന്നു. ഒപ്പം തന്നെ പല രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് അനുകൂലമായി ഉള്ള പ്രസ്താവനകളുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷിബു സൊറൻ്റെ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ കൽപ്പന സൊറൻ എത്തിയിരിക്കുന്നു. കൽപ്പന സൊറൻ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ജയിൽ മോചിതനായി എന്നത് അത് ഒരു ഏകാധിപത്യത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AAP പ്രവർത്തകർ വലിയ ആവേശത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. AAP നേതാക്കളായ ഈ സൗരഭ് ഭരദ്വാജ് പറഞ്ഞത് അത് ഇനി ഇന്ത്യ മുന്നണിയുടെ ഈ പോരാട്ടങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അരവിന്ദ് കെജ്രിവാൾ. ആ ഇൻട്രീം ബെയിൽ അതിന് ഉപയോഗിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ശരത് പവാറും ഈ ബെയിലിനെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുന്നു. മമതാ ബാനർജി തൻ്റെ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ബെയിൽ ഓർഡറിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വിജയമായാണ് നേതാക്കൾ കാണുന്നത്. ശരത് പവാറും ഈ ബെയിൽ ലഭിച്ചു എന്നതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് സത്യത്തിൻ്റെ ജയമാണ് എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് കുറിച്ചിരിക്കുന്നത്. അതുപോലെ ഈ AAP നേതാവ് ഗോപാൽ റായ് പറഞ്ഞിരിക്കുന്നത് അത് വലിയ പ്രതീക്ഷയാണ് ഈ കോടതി വിധികൾ തങ്ങൾക്ക് നൽകുന്നത്. സോറൻ, നമുക്കറിയാം സോറൻ ജയിലിലാണ്. സോറനും പുറത്തിറങ്ങും ഇതേ തരത്തിൽ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരു പ്രതികരണം. അപ്പം ഇന്ത്യ മുന്നണിക്ക് വലിയ ആവേശമായി ഈ കെജ്രിവാളിന്റെ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ വലിയ കൂറ്റൻ റാലികൾ ഒരു പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് അടക്കം സംസ്ഥാനങ്ങളിൽ ആസൂത്രണം ചെയ്തേക്കാം. അവിടെയൊക്കെ കേന്ദ്രബിന്ദു സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ തന്നെ ആയിരിക്കും. അല്ലാതെ അവർക്ക് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാളും മോദിയോട് ഫൈറ്റ് ചെയ്യാൻ മുന്നിൽ നിർത്താൻ പറ്റുന്ന നേതാവ് എന്ന തരത്തിൽ കൂടി കെജ്രിവാളിനെ വിലയിരുത്തണം. മാത്രമല്ല അദ്ദേഹം ഒരു എമർജിംഗ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ലീഡർ എന്നാണ്. കാരണം മറ്റ് പാർട്ടികൾ പലത്, ഇപ്പോൾ CPM ഒക്കെ അവരുടെ നിലപാടൊക്കെ BJPക്കെതിരെ പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ വോട്ട് ഷെയർ താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതേസമയം AAP ഒരു ഗ്രോയിങ് പാർട്ടി എന്ന നിലയിൽ ഡൽഹിയിൽ കഴിഞ്ഞു. അവിടെ അവരുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചു. അസംബ്ലിയിൽ പഞ്ചാബിലേക്ക് വരുന്നു, ഗോവയിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നേതൃത്വം എന്ന നിലയിൽ അവർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു മേജർ ഡിസിഷൻ മേക്കറിൽ ഒരാൾ എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ബൃന്ദ കാരാട്ടും ഇത് EDയുടെ മുഖത്തേറ്റ കനത്ത അടിയാണ് എന്ന രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതേസമയം ഇത് അഴിമതിയുടെ ഒരു നോവലിലെ പുതിയ അധ്യായമാണ് എന്നാണ് ഈ രാജ്യത്ത് അഴിമതിയിൽ സംബന്ധിച്ചുള്ളതിൽ ഒരു പുതിയ അധ്യായം എഴുതുകയാണ് ഈ വിധിയോടുകൂടി കെജ്രിവാൾ ചെയ്യുന്നത് എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമായി നൽകിയിരിക്കുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരണം നൽകുമ്പോൾ അവിടുത്തെ മന്ത്രി അതിഷി പറഞ്ഞിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിൻ്റെ, സത്യത്തിൻ്റെ ഒരു വിജയം ആണ് എന്ന് ഉള്ള തരത്തിൽ അതിനെ AAP വിലയിരുത്തുകയും. അപ്പോൾ മെയിൻ ഫോക്കസ് വാർത്താ കേന്ദ്രം നാളിതുവരെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുമായാണെങ്കിൽ അവിടെ നിന്ന് വാർത്താ കേന്ദ്രമായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നു എന്നതാണ് ഈ സാഹചര്യത്തിലെ. തീർച്ചയായും, കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടിക്ക് ഏറെ ശക്തിയുള്ള സംസ്ഥാനങ്ങളായ ഡൽഹിയിലും പഞ്ചാബിലും, ഡൽഹിയിൽ മെയ് 25-നാണ് വോട്ടെടുപ്പ്, ജൂൺ 1-ന് പഞ്ചാബിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. രണ്ടിടത്തും പ്രചരണത്തിന്റെ കുന്തമുന വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ആകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം